പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഗെയിമാണ് കളിക്കാൻ പോണേ. ആ ഗെയിമിൻ്റെ പേരാണ് ഇന്ത്യൻ തെഫ്റ്റ് ആട്ടോ. അതെ ഗൈസ്, ഈ ഗെയിമില്ലേ ഇതും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D പോലെയാ. ഇത് കണ്ടില്ലേ, നമ്മുടെ ആളുടെ കയ്യിൽ ഫോണൊക്കെ ഉണ്ട്. അതൊരു സാംസങ്ങിൻ്റെ ഫോണാ. ഈ ഗെയിമിൽ നമുക്ക് ചീറ്റ് കോഡൊക്കെ അടിച്ചിട്ട് വണ്ടികളൊക്കെ സ്പോൺ ചെയ്യാൻ പറ്റും. അണ്ണാ, ഇയാളുടെ വീട് കൊള്ളാലോ, നൈസായിണ്ട്. അത് മാത്രല്ല, ഇവിടെ നമുക്ക് ഡ്രസ്സ് മാറാൻ പറ്റും, നമ്മുടെ GTA 5 ഉള്ള പോലെ. ഇത് കണ്ടില്ലേ, ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ട്. അതിപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലും ഡ്രസ്സ് മാറാൻ പറ്റും. അത് പക്ഷെ ഫോണിലാണ് മാറ്റാൻ പറ്റുക. ഇതേപോലത്തെ വാർഡോബൊന്നുമില്ല. എന്തെങ്കിലും ആട്ടെ, ഇവിടെ ഇപ്പോൾ നമുക്ക് തൽക്കാലം ഒരു ഡ്രസ്സൊക്കെ എടുത്തിടാം. എന്തിട്ടായാലും നമ്മുടെ ക്യാരക്ടറില്ലേ, ഇയാളെ കാണാനായിട്ട് ഇത്ര ലുക്ക് ഉണ്ട്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സ്റ്റൈലായുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇയാളുടെ വീടങ്ങ് എക്സ്പ്ലോർ ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ഗെയിമിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതിന് ഗെയിമിംഗ് സെറ്റപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, ഒരു പ്ലാസ്റ്റിക്കിന്റെ കസേര വെച്ചേക്കണ്. പിന്നെ അതിപ്പോ CPU ഇല്ല, മറ്റേ ലാപ്ടോപ്പുള്ള സെറ്റപ്പാ. അതെന്തെങ്കിലും ആവട്ടെ, അതെങ്കിലും ഉണ്ടല്ലോ. ഇതിപ്പോൾ ഹാളാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു കിച്ചണും ഉണ്ട്. കിച്ചണും നൈസായിട്ട് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ കണ്ടില്ലേ, ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇയാൾക്ക് ഈ ഫ്രൂട്ട്സൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചൂടെ, പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നാശാവുമല്ലോ. എന്തെങ്കിലും ആവട്ടെ, എന്തുട്ടായാലും ഒരു സെറ്റപ്പ് അടുക്കളയാ. അണ്ണാ, ഇത് നോക്കിയേ, ഇയാളുടെ വീട്ടില് ഒരു ഗാരേജ് ഉണ്ട്. വലിയൊരു ഗാരേജാ, പക്ഷെ വണ്ടി ഒന്നുമില്ല. പിന്നെ എന്താണത് പണിത് വെച്ചേക്കണ്? എടാ ഷിൻചാനെ, വണ്ടികൾ ചിലപ്പോൾ പുറത്തായിരിക്കും പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇത് നോക്കിയേ, ഇയാളുടെ കയ്യിൽ വണ്ടികളൊക്കെ ഉണ്ട്. ഒരെണ്ണം റോയൽ എൻഫീൽഡിന്റെ ഹണ്ടറും പിന്നെ മഹീന്ദ്ര താറും. രണ്ടും നൈസ് വണ്ടിയാ. എടാ പിഞ്ചാനെ, അങ്ങോട്ടേക്ക് നോക്കിയേ, ഈ വീട്ടില് പട്ടിയൊക്കെ ഉണ്ട്. ഈ പട്ടിയുടെ പേര് ചോപ്പാണോ? അതെങ്ങനെയാടാ, എല്ലാ പട്ടികൾക്കും ചോപ്പെന്ന് പേരിടാൻ പറ്റുമോ? ഈ പട്ടിയുടെ പേര് വേറെന്തോ. ഇത് പക്ഷെ നമ്മുടെ പിന്നാലെ വരുന്നുണ്ടാ. തൽക്കാലം ഇത് ഇവിടെ ഇരുന്നോട്ടെ, അതായിരിക്കും നല്ലത്. എടാ ഷിൻചാനെ പിഞ്ചാനെ, ഇപ്പോൾ ഏത് വണ്ടി എടുക്കുക? ഒരു കാര്യം ചെയ്യാം, ഈ ഹണ്ടർ എടുക്കാം. മഹീന്ദ്ര താറ് പിന്നെ നമ്മൾ കുറേ ഓടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഹണ്ടർ എടുത്തിട്ട് പുറത്തേക്ക് കറങ്ങാൻ പോവാം. ഈ ഗേറ്റ് ഓപ്പൺ ആവില്ലേ? ഇത് ഓപ്പൺ ആവില്ലേ? ഇത് ഓപ്പൺ ആവും, ഓട്ടോമാറ്റിക്കാ. നമുക്കപ്പോൾ ഈ സിറ്റി അങ്ങ് എക്സ്പ്ലോർ ചെയ്യാം. അല്ല, അണ്ണൻ ഒരു കാര്യം ശ്രദ്ധിച്ചാ, ഈ ഗെയിമില് മാപ്പൊക്കെ ഉണ്ട്. ആടെ പിഞ്ചാനെ, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണേ. ഞാൻ പിന്നെ ലൊക്കേഷനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏതൊരു കാർ ഷോറൂമാന്ന് തോന്നുന്നുണ്ട്, കാറിൻ്റെ ചിഹ്നമൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്കപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. നമുക്ക് പറ്റിങ്ങ ഒരു കാറങ്ങ് മേടിക്കാം, അതിപ്പോൾ സീനില്ല. അതിനിപ്പോ നമ്മുടെ കയ്യില് പൈസ ഉണ്ടാ? ബെസ്റ്റ്, അത് കൊണ്ടുപോയി ഇടിച്ചു. എടാ, ഇത് ഇടിച്ചതല്ല, ഞാനൊരു സ്റ്റൈലിൽ പാർക്ക് ചെയ്തതാ. നമുക്കപ്പോൾ ഷോറൂമിൻ്റെ അകത്തേക്ക് കയറാം. ഇവിടെ ഒരു ഫോർച്യൂണർ ഉണ്ട്, അതും ഗോൾഡൻ ഫോർച്യൂണർ. ഇത് നമുക്ക് മേടിക്കാൻ പറ്റുമോ? ഇത് നമുക്ക് മേടിക്കാൻ പറ്റില്ല, ഇത് ഷോ പീസായിട്ട് വെച്ചേക്കാണ്. ശരി, നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ വെപ്പൺസ് ഉണ്ട് കേട്ടോ, അത് കൊള്ളാം. ഇവിടെ പക്ഷേ ഷോറൂമിൽ എനിക്ക് ആരെയും കാണാനില്ല. ഇതൊന്നിട്ടാ പർച്ചേസാ. ഈ വണ്ടി നമുക്ക് കാശ് കൊടുത്ത് മേടിക്കണ? അതിപ്പോൾ നടക്കില്ലല്ലോ, നമ്മുടെ കയ്യിൽ കാശൊന്നുമില്ല. അല്ല, എന്തിനപ്പോ പൈസ കൊടുത്ത് മേടിക്കണേ? നമുക്ക് ചീറ്റ് കോഡ് അടിച്ചു കഴിഞ്ഞാ വണ്ടികൾ കിട്ടില്ലേ? ഷിൻചാനെ, ഇതിൽ ചീറ്റ് കോഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടികൾ കിട്ടും. ഇവിടെ കണ്ടില്ലേ, ചീറ്റ് കോഡ്സ് കൊടുത്തിട്ടുണ്ട്. #201 202 അങ്ങനെ കുറേ ചീറ്റ് കോഡ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏതാ വണ്ടിന്ന് പറയണില്ല. നമുക്കപ്പോൾ ഒരു ചീറ്റ് കോഡ് അങ്ങ് അടിക്കാം, #309. ഇതെന്തത്, വണ്ടിയൊന്നും വന്നിട്ടില്ലല്ലോ. ഒരു മിനിറ്റ്, നമുക്ക് വേറെ ചീറ്റ് കോഡ് അടിക്കാം, #305. ഇതടിച്ചു കഴിഞ്ഞാൽ ഫോർച്യൂണർ സ്പോൺ ആയിട്ടാ. ആ ഷോറൂമിൻ്റെ അകത്തും ഒരു ഫോർച്യൂണർ ഉണ്ടായിരുന്നു,
ആ സെയിം ഫോർച്യൂണർ നമുക്ക് കിട്ടി. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടിയും ഓടിക്കാം. എടാ വഴിന്ന് മാറടാ. എടാ ഷിൻചാനെ, അടുത്തത് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെ എന്തോ സ്പാനറിൻ്റെ ചിഹ്നമൊക്കെ കാണിക്കുന്നുണ്ട്. അത് മിക്കവാറും എല്ലാ ഗ്യാരേജും. നമുക്കപ്പോൾ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ആ സ്ഥലം. നമ്മുടെ GTA 5 ബെന്നിയുടെ വർക്ക്ഷോപ്പില്ലേ, അതേപോലെ തന്നെയാ. ഓ, ഇവിടെ നമുക്ക് വണ്ടികൾ മോഡിഫൈ ചെയ്യാനും പറ്റുണ്ടാ. ഇത് കണ്ടില്ലേ, നമുക്ക് വണ്ടികളുടെ കളറ്, ഹോണ്, വീല്, അത് മാത്രമല്ല നമുക്കിതിൽ സ്റ്റിക്കറും മുട്ടിക്കാൻ പറ്റും. ഇതൊന്നും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലില്ല. അതിൽ നമുക്ക് കളറ് മാറ്റാൻ പറ്റും, പക്ഷെ വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ആ വണ്ടിയില്ലേ, അതൊരു മോൺസ്റ്റർ കാറാക്കി മാറ്റാം. അതാണ് അതിൽ മോഡിഫിക്കേഷൻ. ഇത് കണ്ടില്ലേ, സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് തൽക്കാലം സ്റ്റിക്കർ വേണ്ട, വെറും ബ്ലാക്ക് പെയിൻറ് അടിച്ചാൽ മതി. ബ്ലാക്ക് ഫോർച്യൂണർ കാണാനായിട്ട് നൈസായിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്കിതിൽ നൈട്രോ വയ്ക്കാൻ പറ്റും. പിന്നെ ഈ സ്മോക്കില്ലേ, അതിൻ്റെ കളറും മാറ്റാൻ പറ്റും. അതിപ്പോൾ ഏതായാലും കൊള്ളാം. അണ്ണാ, നമുക്ക് ആ ബൂസ്റ്റർ ഇട്ടാലോ? വണ്ടി സ്പീഡിൽ പോകുമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഈ ടയറിന്റെ സ്മോക്ക് പിന്നെ കാണാനായിട്ട് നൈസായിട്ടുണ്ട്. നീല കളർ വലിയ കുഴപ്പമൊന്നുമില്ല. എടാ ഷിൻചാനെ, ഇത് നോക്കിയേ, ഈ വണ്ടിയിലെ നൈട്രോ ശരിയുണ്ട്. വണ്ടി വലിയ കുഴപ്പമില്ലാണ്ട് സ്പീഡിൽ പോവുണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. മരത്തിൻ്റെ ചിഹ്നം കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് വല്ല ഗാർഡൻ ആയിരിക്കും. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ആ, ഇതൊരു ഗാർഡനാ. ഇവിടെ പക്ഷേ പ്രത്യേകിച്ചൊന്നുമില്ല. എടാ പിഞ്ചാനെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഒരു ഹട്ടിൻ്റെ ചിഹ്നം കാണിക്കുന്നുണ്ട്. അത് എന്താണാവോ, നോക്കി നോക്കാം. അണ്ണാ, അതെ, നമുക്ക് വണ്ടി മാറ്റാം. 999 അടിച്ചിട്ടുണ്ട്. ഏയ്, ഇതിപ്പോ എന്താണ്ടായേ? എല്ലാ വണ്ടികളും പൊട്ടിത്തെറിച്ചല്ലോ. അത് മാത്രല്ല, നമുക്കിവിടെ വാണ്ടഡ് ലെവലും കിട്ടി. ദേ പോലീസ് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നമുക്കേ ഒരു കാര്യം ചെയ്യാം, ആഷ് 001 അടിക്കാം. അത് നെവർ വാണ്ടഡിന്റെ ചീറ്റ് കോഡാ. ഇതെന്തത്? പോലീസ് അപ്പോഴും പോയില്ലല്ലോ. ഇനിയിപ്പോ ഒന്നും ചെയ്യാ? അയ്യോ സാറേ, നമ്മളൊന്നും ചെയ്തിട്ടില്ലേ, നമ്മളങ്ങ് വെറുതെ ഇട്ടേക്ക്. ഒരു കാര്യം ചെയ്യാം, പോലീസുകാരുടെ വണ്ടി എടുത്ത് സ്ഥലം വിടാം, അതായിരിക്കും നല്ലത്. അല്ലാണ്ട് വേറെ വഴിയില്ല. ഇത് പിന്നെ ബൊളേറോ ആണ് കേട്ടാ. ബൊളേറോ നൈസ് വണ്ടിയാ. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പടച്ചു വിടാം. നമ്മുടെ വാണ്ടഡ് ലെവലില്ലേ, അത് പക്ഷെ പോയി. അതുകൊണ്ട് ബാക്കി പോലീസുകാർ എന്നെ ചേസ് ചെയ്യണില്ലേ. എടാ ഷിൻചാനെ, നമ്മൾ മാർക്ക് ചെയ്ത ലൊക്കേഷനിലേക്ക് എത്തേക്കാണ്. ഇതേത് സ്ഥലം? ഇത് ഏതൊരു വില്ലേജാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. നമുക്കൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കി നോക്കാം. ആ, ഇതൊരു വില്ലേജാ. ഇത് കണ്ടില്ലേ, റോഡൊന്നും ടാറിട്ടിട്ടില്ല. അതെ, നമുക്ക് വേറെ ഒരു വണ്ടി സ്പോൺ ചെയ്യാം. ആഷ് 207. ഇതടിച്ച് കഴിഞ്ഞാൽ RC സ്പോൺ ചെയ്യുക. ആ, അത് കുഴപ്പമില്ല, RC നല്ലൊരു ബൈക്കാണ്. ഇനി ഇവിടെ ഒരു ലൊക്കേഷൻ ഉണ്ട്, അതും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അത് പക്ഷേ എയർപോർട്ടാന്ന് തോന്നുന്നുണ്ട്, പ്ലെയിൻ്റെ ചിഹ്നമൊക്കെ കാണിക്കുന്നുണ്ട്. അതപ്പോൾ എയർപോർട്ടായിരിക്കും. ആ, നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം. ഈ ഗെയിമിൽ പ്ലെയിൻ ഉണ്ടോ? പ്ലെയിൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ്, നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയ ഈ മരുഭൂമി പോലത്തെ സ്ഥലത്താണോ എയർപോർട്ട്? ഒരു മിനിറ്റ്, ഇത് എയർപോർട്ടിൻ്റെ റൺവേ അല്ലേ? ഏയ്, ഇത് എന്തുട്ട് എയർപോർട്ടത്? ഇതിനെ എയർപോർട്ട് എന്ന് പറയാൻ പറ്റുമോ? ആകെ 3 വെയർ ഹൗസ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. ആ, ഒരു ചെറിയ എയർപോർട്ട്. ഈ ഗെയിമിൽ ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ചേട്ടാ, നമ്മൾ എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. എടാ ഷിൻചാനെ, ആ ഔട്ട്റോ ഒന്ന് പറഞ്ഞേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ
ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ഈ ബൈക്ക് അങ്ങോട്ടേക്ക് പോയേ?